എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതിൽ കുറച്ചുപേര് പറഞ്ഞു നമ്മൾ ഇത് ലെങ്ത് ഇച്ചിരി കൂടുന്നുണ്ട്, നമ്മൾ സംസാരിക്കുന്ന ലെങ്ത് കൂടുന്നുണ്ട്. കാരണം നമ്മളൊരു എപ്പിസോഡ് മൊത്തം പറയണം, അപ്പോൾ എത്രയും പറയുമ്പോൾ കുറച്ച് അധികം പറയാനായിട്ടുണ്ടാവും. അതാണ് ലെങ്ത് കൂടുന്നത്, വേറെ ഒന്നുമല്ല. അപ്പോൾ ഞാൻ വലിച്ചു നീട്ടായ കാര്യങ്ങൾ പറയാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ മസ്റ്റായിട്ടും കമൻ്റ് ആണ് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ മാക്സിമം നമ്മളെ വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക, കാരണം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നമ്മുടെ ഈ ഇന്നത്തെ ബിഗ് ബോസിനെ പറ്റിയിട്ട്. അപ്പം നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത് കിച്ചണിൽ നിന്നാണ്. കിച്ചണിൽ രാവിലെ തന്നെ അതിൽ ജാസ്മിനും നമ്മുടെ ഒരു ജിൻഡപ്പനും കൂടെയാണ് കിച്ചണിൽ ഒരു ജോലി ചെയ്തില്ല എന്നുള്ള പേരിൽ അവരെ കിച്ചണിലോട്ട് ഇപ്രാവശ്യം ആക്കിയിരിക്കുകയാണ്. രാവിലെ തന്നെ ആദ്യം അടിയാണ്. അടിയെന്ന് പറയാൻ കാരണം വെച്ചാൽ നമ്മുടെ ജാസ്മിന് ഒന്നാമത്തെ കാര്യം അവർക്ക് വൃത്തിയില്ല. അവൾ മുല്ലപ്പൂവാണല്ലോ, അവൾക്ക് ഒരിക്കലും വൃത്തിയില്ല. അവൾ 2 ദിവസത്തെ ഒരിക്കൽ കുളിക്കുന്ന പെണ്ണാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു പെണ്ണ് കിച്ചണിൽ കയറുമ്പം അതിൻ്റെതായ മാന്യതയും മര്യാദയും കാണിക്കേണ്ടത് അവളുടെ ഒരു ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ ബേസിക്കായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ ഒരു സാധനം വേവിച്ചുകൊണ്ടിരിക്കുകയാണ്, അടുപ്പത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ അടപ്പൂരി മാറ്റുമ്പോഴേക്കും നമ്മൾ നേരെ വെക്കേണ്ടത് തിരിച്ചാണ് വെക്കേണ്ടത്. അതായത് നമ്മൾ അടപ്പ് എടുത്ത് ഇങ്ങനെയല്ല വെക്കേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ പേരിൽ രാവിലെ തന്നെ ഈ രണ്ടുപേരും വഴക്കുണ്ടായിരുന്നു. ജാസ്മിനും നമ്മുടെ ജിൻഡോയും തമ്മിൽ വഴക്കുണ്ടായിരുന്നു. കാരണം ജിൻഡോ പറയുന്നതിൽ കാര്യമുണ്ട്. കാരണം അങ്ങനെ ഒരിക്കലും വെക്കാൻ പാടില്ല. ജാസ്മിൻ പറയുന്നുണ്ട് അവിടെ വെച്ചാണല്ലോ ചപ്പാത്തി കുഴയ്ക്കുന്നതോ ഇങ്ങനെ ആക്കുന്നതൊക്കെ അവൾ പറയുന്നുണ്ട്. അവിടെ വെച്ചാണ് ബാക്കിയുള്ള ആൾക്കാരൊക്കെ എല്ലാം ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇത് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു മാനേഴ്സ് പാലിക്കേണ്ടത് ജാസ്മിന്റെ കടമയാണ്. അതായത് ജിൻഡോ പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുവാണ് ഞാനാണ് ഇവിടുത്തെ ക്യാപ്റ്റൻ എന്ന്. ക്യാപ്റ്റൻ ആയാലും എന്താ, ക്യാപ്റ്റൻ ആയില്ലെങ്കിൽ എന്താണ്? ചെയ്യുന്ന തെറ്റാണെന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാം. അത് ജിൻഡോ ചെയ്തത് വളരെ നല്ല കാര്യമാണ്. കാരണം തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതിൽ വിഷയമില്ല. മനസ്സിലായില്ലേ? തെറ്റ് ചൂണ്ടിക്കാണിക്കാതിരിക്കുമ്പോഴാണ് വിഷയം വരുന്നത്. അതിൽ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നതിൽ നമ്മുടെ ജിൻഡോ ബെസ്റ്റാണ്. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം ടാസ്ക് ആണ്. ഞാൻ ഇട്ടേക്കുന്നത് യുദ്ധഭൂമി എന്നാണ് ഇട്ടേക്കുന്നത് കേട്ടോ. പിന്നെ അതിലെന്ന് വെച്ചാൽ നമ്മുടെ 4 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട് നമ്മുടെ ടീമിന്. പവർ റൂം, ഡെൻ, പിന്നെ ടണൽ, നെസ്റ്റ്. ഈ 4 ക്യാമറ ഉണ്ട്. ക്യാമറ അല്ല, കളർ ഉണ്ട്. അപ്പം ഈ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഈ 4 പേർക്കും 4 കോണിലായിട്ട് നമ്മുടെ ചാക്ക് വെച്ച് മറച്ചിട്ടുള്ള സംഭവമുണ്ട്. ഒരു എന്താ പറയുക, ഒരു ബേസ് പോലെ അവർക്ക് നിൽക്കാനായിട്ട്. ഇത് കുറച്ച് കളർ ബോംബുകളുണ്ട്. അപ്പോൾ അവരുടെ കളറിനനുസരിച്ചുള്ള കളർ ബോംബുകളുണ്ട്. അപ്പോൾ ഇവരും പരസ്പരം ആക്രമിക്കുക എന്നുള്ളതാണ്. ഇത് അവരുടെ കോട്ടയ്ക്കകത്ത് എത്ര സംഭവം ബോംബ് വീടുന്നു അവർ ഔട്ടാകും എന്നുള്ളതാണ് ഇതിന്റെ ഇതിവൃത്തം. അപ്പോൾ ഇതിൽ ആദ്യം ഔട്ടായി പോയത് നമ്മുടെ സ്വന്തം പവർ റൂം തന്നെയാണ്, പവർ ടീം തന്നെയാണ് ആദ്യം ഔട്ടായത്. അവർക്ക് 2 ബോംബ് പുറത്തുനിന്ന് കിട്ടി. പവർ ടീം അങ്ങനെ പുറത്തായി. അതിനുശേഷം പുറത്തായത് നമ്മുടെ നെസ്റ്റ് ആണ്, നമ്മുടെ അർജന്റ് ടീമാണ്. അവർ നല്ല കട്ടക്ക് നിന്നു. അവർ പുറത്തായി. അതിനുശേഷം പുറത്തായത് നമ്മുടെ ജിൻഡപ്പന്റെ ടീമായ ഡെന്നാണ്. ഡെന്നിനെ നമ്മുടെ നെസ്റ്റ് പുറത്താക്കി. നെസ്റ്റ് അല്ല, നമ്മുടെ ടണൽ പുറത്താക്കിയിരിക്കുകയാണ്. അങ്ങനെ സംഭവം ഇത് ആദ്യം വാക്കോരാണ്. നമുക്ക് മാനസികമായിട്ടും നമ്മുടെ മുൻകാലങ്ങളിൽ നമുക്കുണ്ടായ പ്രശ്നങ്ങളെ നമുക്ക് എടുത്ത് പറഞ്ഞ് അവരെ മാനസികമായിട്ട് നമുക്ക് മാനസികമായി ദ്രോഹിക്കുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ദ്രോഹിക്കുന്നുള്ള കാര്യമില്ല പുള്ളിക്കാരൻ പറഞ്ഞ, ബിഗ് ബോസ് പറഞ്ഞത്. എനിക്ക് പെട്ടെന്ന് കിട്ടിയ വാക്ക് അങ്ങനെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ദ്രോഹിക്കുക എന്നുള്ളത്. മാനസികമായി തളർത്താം. അങ്ങനെ എനിക്ക് തോന്നുന്നത് വെച്ചാൽ നമ്മുടെ ഡെൻ ടീമിൽ ഏറ്റവും കൂടുതൽ ഫിസിക്കലി നമുക്ക് ജിൻഡോനെ നമുക്ക് വെക്കാമെങ്കിലും, ജിൻഡോയും നമ്മുടെ പിന്നെ ജാസ്മിനെ വെക്കാമെങ്കിലും നമ്മുടെ സംസാരിക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു ഒച്ചത്തിൽ സംസാരിക്കുക, അല്ലെങ്കിൽ കാര്യബോധത്തോടെ സംസാരിക്കുന്ന ഒരാളെന്ന് പറയുന്നത് ജാസ്മിനാണ്. ജാസ്മിൻ ശ്രീതു ഒക്കെയാണ് ഏറ്റവും കൂടുതലും ഡെൻ ടീമിൽ സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പൊരുതി നിൽക്കാൻ പറ്റുന്ന 2 പേര്. പിന്നെ ഫിസിക്കലി നമുക്ക് ജിൻഡോ ഉണ്ട്, അതുകൊണ്ട് അത് കുഴപ്പമില്ല, നമുക്ക് അവിടെ പിടിച്ചിരിക്കാം. ഒറ്റയാൾ മതി, ജിൻഡോ, അത് മതി ആ ടീം രക്ഷപ്പെടാനായിട്ട് ഫിസിക്കലി. നമ്മുടെ ഇതിൽ നെക്സ്റ്റ് ടീമിലാണെന്നുണ്ടെങ്കിൽ ഗബ്രി ഉണ്ട്. ഗബ്രി എന്ന് വെച്ചാൽ നമുക്ക് ഉള്ളതിനില്ലാത്തതിനൊക്കെ എല്ലാം വാരി വലിച്ച് പറയുന്ന ഒരുത്തനാണ് ഗബ്രി. അപ്പൊ അവനുണ്ട്. പിന്നെ ബാക്കിയുള്ള എല്ലാം ഇത് തന്നെ. പിന്നെ ഒരു തീപ്പെട്ടിക്കുള്ളി ഉണ്ട് അവിടെ. തീപ്പെട്ടിക്കുള്ളിന്റെ അർജുനുണ്ട്. അർജുൻ വല്ലപ്പോഴൊക്കെ വാറൊക്കെ ഉള്ളൂ. അവനെ പിന്നെ മൈൻഡ് ചെയ്യണ്ട. ഗബ്രി മാത്രമേ ആ ഒരു ടീമിലായിട്ട് ശാരീരികപരമായിട്ടും പിന്നെ നമ്മളെ സംസാരത്തിലൂടെ ആയാലും എതിർക്കാനായിട്ട് നിൽക്കുന്ന ഒരാൾ മാത്രം ഗബ്രി മാത്രമേ ഉള്ളൂ. ടണൽ ടീമിൽ സംസാരിക്കാനായിട്ട് നമ്മുടെ നോറ ഉണ്ട്. നോറയുടെ വാറിയല്ലേ, നല്ല കീടിലെ വായാണ്, അല്ല യമണ്ട വായാണ്. തുറന്ന അവിടെ ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കണം നടക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ വായ നോറയുടെ വാ. പിന്നെ ശാരീരികപരമായിട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഋഷി ഉണ്ട്. പിന്നെ മറ്റേ നമ്മുടെ അഭിഷേക് ഉണ്ട്. ഈ 2 പേരും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫിസിക്കലി ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണ് ഈ ടീമിനെ. പിന്നെയുള്ള പവർ ടീമിൽ അവൾ മറ്റേ നന്ദന, മറ്റേ മോന്ത അവളുണ്ട്. അവളാണ് ഈ സംസാരിച്ച് നിൽക്കുന്നത്. പിന്നെ സായി കൊണ്ട് സംസാരിക്കാനും കൊള്ളില്ല, ഫിസിക്കലിയും കൊള്ളില്ല. അങ്ങനത്തെ ഒരു മരവാഴയാണ് സായി. അവനെ കൊണ്ട് ഒരു കാര്യത്തിനും കൊള്ളില്ല. എന്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഒരു കാര്യത്തിനും സായി കൊണ്ട് കൊള്ളില്ല. വാ തുറക്കണ വയസ്സ് തിന്നാനാ വാറക്കണത്. അങ്ങനെ പറയാവോ എന്തോ, ഞാൻ പറഞ്ഞു അങ്ങനത്തെ പരിപാടിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് സായി. ഒരു ഉപയോഗമില്ല. അപ്പോൾ ഇതിൽ അവസാനം ജയിച്ചത് നമ്മുടെ ടണൽ ടീമാണ്. ഓക്കെ, രതീഷാണ് ഇതിന്റെ നമ്മുടെ ഇതായിട്ട് വന്നത്, വിധികർത്താവായിട്ട് വന്നത്. പക്ഷെ രതീഷ് നന്നായി സംസാരിക്കുന്നത്. രതീഷിന് അല്പം ഒന്ന് കട്ടൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ ശബ്ദം പോകും. ഇങ്ങനെയുള്ള ഒരാളാണ്, മത്സരാർത്ഥിയാണ് ബിഗ് ബോസ് വന്നിരിക്കുന്നത്. എന്തെങ്കിലും ഒന്ന് ഒച്ച സംസാരിച്ചാൽ അപ്പോഴങ്ങ് വോയിസ് ഫുൾ അങ്ങ് പോകും. പിന്നെ
എന്നും പറഞ്ഞാൽ നടക്കുന്നത്. അങ്ങനത്തെ ഒരു പയ്യനാണ്, ആളാണ് രതീഷ്. പക്ഷേ പുള്ളി നല്ല ഗെയിമറാണ്, നല്ല എന്റർടൈനറാണ്, നല്ല ഗെയിമറുമാണ്. അത് പറയാതിരിക്കാൻ വയ്യ, ഉറപ്പായിട്ടും പറയാതിരിക്കാൻ വയ്യ. അത് കിടിലം പെർഫോമറാണ് പുള്ളിക്കാരൻ. ഈ ജാസ്മിന്റെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറയുന്നത് ഗെയിമിന്റെ ഭാഗത്തൂടെ മുമ്പോട്ട് പോകും. പക്ഷെ ഗെയിം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇവള് പോയി ഗബ്രി എടുത്ത് വിട്ട്, ഗബ്രി എന്തുകൊണ്ട് നീ അതിന് മിണ്ടുന്നില്ല, ഗബ്രി താറ്റി വിടുക, പട്ടി താറ്റി ചെയ്ത് അവളെ വിടുവാണ്. പക്ഷെ എന്നാലും വീണ്ടും ഇവള് പോയിട്ട് ഗബ്രിയുടെ വല്ലതും പറഞ്ഞോ, നിന്നോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞോ, പോയി കയ്യിൽ പിടിക്കുന്നു. ഇവൾക്ക് എന്താണിത്? ഞാൻ വിചാരിച്ചിപ്പം ഗബ്രിയായിട്ട് ഇത്തിരി മാറിയിട്ടുണ്ട് പുള്ളിക്കാരത്തി. ഒറ്റയ്ക്കായിട്ട് ഇപ്പം ഡെന്നിൽ വന്നപ്പോഴത്തേക്ക് ഒറ്റയ്ക്കായിട്ട് പുള്ളിക്കാരത്തി ഗെയിം ചെയ്യുന്നുണ്ടെന്നൊക്കെ ഉള്ളതാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷേ ഇതെന്തോന്നറിയാം, ഇതൊരു മാതിരി മറ്റെടുത്ത പരിപാടി. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഒരാൾക്ക് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകരുത്. ഇതെന്തോന്ന്, ഇത് എന്തെങ്കിലും കഴിയും അപ്പഴേ ഗബ്രി നീ പോണ, എന്നെ വിട്ടിട്ട് പോവല്ലേ, ഞാൻ എന്തെങ്കിലും ചെയ്തെങ്കിൽ സോറി. ഇത് എന്താടേ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇപ്പൊ പ്രാന്താണെന്ന് തോന്നി. ആ ഒരു സംഭവം എനിക്ക് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇന്നലത്തെ ഒരു വീഡിയോയില് ജിൻഡോ പറയണ്ടായി. ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല, കാരണം ഇന്നലത്തെ വീഡിയോ ഇന്നലെ കഴിഞ്ഞ വിഷയമാണ്. പക്ഷെ എടുത്ത് പറയേണ്ട കാര്യമാണ്, എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് ആണ്. ഇന്നലെ ജിൻഡോ രതീഷിനോട് പറയുന്നുണ്ടായിരുന്നു, ജാസ്മിൻ ഗബ്രിയുടെ ആളാണ്, ശ്രീതു അർജുന്റെ ആളാണ്. അപ്പൊ അവര് മനഃപൂർവ്വമാണ് ഇത് ചെയ്തത്, ടീം പൊട്ടിച്ചത്. ആദ്യമേ തന്നെ ഡെൻ ടീം പുറത്ത് പോയായിരുന്നു. അപ്പം ഇന്നലെ ജിൻഡോ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ രതീഷിനോട്, ഇത് മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് നമ്മൾ ടീമിനെ പൊട്ടിച്ചതായിരിക്കും ചാൻസ് ഉണ്ട്. പക്ഷെ ആ ഒരു സംഭവം ജിൻഡോ പറഞ്ഞ ഒരു കാര്യം ഇന്ന് വളരെ കൃത്യമായിട്ട് സംഭവിക്കുന്നുണ്ട്. നമ്മൾ ഇവളും ടീമിലാണെങ്കിൽ പോലും ജാസ്മിന് ഗബ്രിയോട് പ്രത്യേക ഒരു കൂറുണ്ട്. അതായത് ജാസ്മിൻ ഗെയിമിലാണ്, പക്ഷെ പ്രത്യേക ഒരു കൂറുണ്ട്. നമ്മളെ മുമ്പിൽ കിടന്ന് അതൊന്ന് ദേഷ്യപ്പെടുകയും വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന വെറും ഡ്രാമ, അന്യായ ഡ്രാമയാണ് ജാസ്മിൻ കാണിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അതൊരു എന്റെ ഭാഗത്തു നിന്ന് വന്ന മിസ്റ്റേക്കാണ്. ഞാൻ ഇന്നലെ വിചാരിച്ചു അങ്ങനെ ചെയ്യാൻ ചാൻസ് ഇല്ല, കാരണം ഗെയിമിലോട്ട് കയറി കഴിഞ്ഞാൽ ജാസ്മിൻ സ്വന്തമായിട്ട് കളിക്കും എന്നാണ് ഞാൻ ഇന്നലെ കരുതിയിരുന്നത്. പക്ഷേ അത് തെറ്റാണത്. കാരണം ജാസ്മിൻ ഗബ്രിക്ക് വേണ്ടി എന്തും ചെയ്യും, ഗബ്രിക്ക് വേണ്ടി അവൾ എന്തും ചെയ്യും, അത് ഉറപ്പായ കാര്യമുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ശേഷം ഗെയിമെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ വീണ്ടും കിച്ചണിലെ ഒരു ജാസ്മിൻ നിൽക്കുന്നുണ്ട്. ഈ ജാസ്മിൻ കിച്ചണിൽ നിൽക്കുമ്പോഴേ വൃത്തിയുള്ള ആഹാരം കിട്ടില്ല എന്ന് നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാം വിചാരിച്ചു വേണം. നമ്മുടെ ശ്രീരേഖ അടുത്ത് ഇപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ മുടി അഴിച്ചിട്ട് മുടിയിലൊക്കെ പിടിച്ചിട്ട് അവൾ കിച്ചണിൽ എന്തോ ചെയ്യാൻ വേണ്ടി പോയത്. അപ്പം ശ്രീരേഖ പറഞ്ഞു, നീ ആദ്യം പോയി കൈ കഴുകിയിട്ട് വന്നതിന് ശേഷം എന്തെങ്കിലും കിച്ചണിൽ വർക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഇവള് ഒരു പാട്ടും പാടിക്കാണ് പോയത്. പാട്ട് പാടിയപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് വേറെ എന്തോ ഉള്ളിന്റെ ഉള്ളിൽ ഭയങ്കര ഒരു ദേഷ്യം ഉണ്ടെന്നുള്ളത്. പാട്ടും പാടി ഇങ്ങനെ പോയതിനു ശേഷം വന്നിട്ട് പറയുക, ഇവിടെ എല്ലാവരും അങ്ങനെ അല്ലേ ചേച്ചി നിൽക്കുന്നത്, നമ്മൾ മാത്രമാണോ അങ്ങനെ നിൽക്കുന്നത്, ഞാൻ വീട്ടിൽ ഇങ്ങനെയാണ്, മുട്ടക്കറി ഉണ്ടാക്കാത്ത ടീമാണ് വീട്ടിൽ ഇവള് കിച്ചണിൽ കയറി കിടന്ന് കിളക്കണെന്ന് പറഞ്ഞോളൂ. ഇതൊക്കെ ചുമ്മാ ഇവിടെ വന്നിടന്ന് തള്ളുന്നല്ലാതെ വേറെ ഒന്നും ഇതിലില്ല. പറഞ്ഞു അത് ഇപ്പൊ ഞാനായതുകൊണ്ട് കുഴപ്പമില്ല, ബാക്കിയുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കൂലേ? ഉറപ്പായിട്ടുണ്ടാക്കും. കിച്ചണിൽ കയറുമ്പോൾ നിങ്ങൾ ക്യാപ്പ് അവിടെ ഇല്ലല്ലോ. പിന്നെ അപ്പൊ മാന്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, രാവിലെ ചെയ്ത പോലെ അടപ്പെടുത്ത് മറച്ചു വയ്ക്കുക, തിരിച്ചു വയ്ക്കുക, പറപ്പിക്കുക എന്നുള്ള കാര്യം ചെയ്യാണ്ട് മാന്യമായിട്ടുള്ള രീതിയിൽ കിച്ചണിൽ നിന്ന്. കാരണം ഒരാൾ മാത്രമല്ല. അപ്പൊ ജിൻഡോന്റെ പേര് വലിച്ചിട്ട് ഒരാളിവിടെ ബാത്റൂം കഴുകുന്ന ചൂല് കൊണ്ട് വെക്കുന്നു, പിന്നെ നിക്കർ കൊണ്ട് വെക്കുന്നു, അങ്ങനത്തെ ഒരാളാണ് രാവിലെ വഴക്കുണ്ടാക്കിയിട്ട് പോയി. വൈകുന്നേരത്തെ സംഭവിക്കുന്ന കാര്യത്തിന് രാവിലെ സംഭവിച്ച കാര്യമായിട്ട് ബന്ധിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അവിടെ ജിൻഡോനെ എന്തിന് വലിച്ചിഴയ്ക്കുന്നു എന്നാണ് എന്റെ ചോദ്യം. മനസ്സിലായില്ലേ? എങ്ങനെയെങ്കിലും ജിൻഡോനെ മണ്ടയ്ക്ക് കയറുക, ജിൻഡോന്റെ പേര് വലിച്ചിട്ട് അവിടെ ഒരു ഗെയിം സ്ട്രാറ്റജി കൊണ്ടുവരിക എന്നുള്ളതൊക്കെയാണ് ജാസ്മിന്റെ ഒക്കെ മെയിൻ ഉദ്ദേശം. ജാസ്മിൻ ആയാലും പിന്നെ ഗബ്രി ആയാലും ഇങ്ങനെയുള്ള രണ്ടുപേരുടെ ഉദ്ദേശം അത് തന്നെയാണ്. ജിൻഡോനെ വലിച്ചിഴച്ച് കൊണ്ടുവരിക, ജിൻഡോനെ മാനസികമായിട്ട് പ്രശ്നം ഉണ്ടാകുക. പക്ഷെ ജിൻഡോ അതിനൊന്നും നിൽക്കുന്ന ഒരാളല്ല, അങ്ങനത്തെ ഒരാളല്ല. അവൻ വേറെ മൈൻഡാണ് പുള്ളി. മനസ്സിലായില്ലേ? അവന്റെ പുള്ളിക്കാരന്റെ ഈ ജിൻഡോന്റെ മൈൻഡ് ഒന്നും ഇവിടെ ഉള്ള ഒരുത്തിനും കിട്ടിയിട്ടില്ല. നമ്മൾ അറിയാണ്ട് തന്നെ ജിൻഡോന്റെ ഫാനായി പോവുകയാണ്. സത്യം പറയാലോ, അറിയാണ്ട് ജിൻഡോന്റെ ഫാനായി പോവുകയാണ്. അങ്ങനത്തെ ഒരു ഗെയിമാണ് പുള്ളിക്കാരൻ കളിക്കുന്നത്. ചില പുള്ളിയുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഒന്നും ഇല്ലെന്ന് പറയാൻ പറ്റില്ല, മിസ്റ്റേക്ക് ഉണ്ട്. പക്ഷെ ഈ ജാസ്മിനും ഗബ്രിയൊക്കെ കാണിക്കുന്നതിന്റെ ഒക്കെ ഒരു അടുത്ത് പോയി വരുന്നില്ല പുള്ളിക്കാരൻ ചെയ്യുന്നത്. ഒരുപാടൊന്നും എനിക്ക് ഇന്നത്തെ എപ്പിസോഡിൽ പറയാനില്ല.